വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ 99.87%. വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം 98.59%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ലകൾ പാല, മാവേലിക്കര 100%. വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ 98.28%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം 4115 വിദ്യാർത്ഥികൾ. 4115 4115. കഴിഞ്ഞ വർഷം ഇത് 4934 നിന്ന് കുറവുണ്ട്. ഗൾഫ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 7. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 681. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 675. വിജയശതമാനം 99.12%. 4 ഗൾഫ് സെൻറ്ററുകൾ 100% വിജയം നേടിയിട്ടുണ്ട്. ലക്ഷദ്വീപ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 9. എന്തോ തിരുവനന്തപുരം ക്ലിയറായോ? ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ 428. വിജയശതമാനം 95.75%. ലക്ഷദ്വീപിലെ 4 സെൻറ്ററുകളിൽ 100% വിജയം നേടിയിട്ടുണ്ട്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 447. നമ്മൾ ഇതിനിടയിൽ ഒരു സംശയം വന്നതിൻ്റെ ഇടയിലായിപ്പോയത്. കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെൻറ്ററുകൾ PK MM HSS എടരിക്കോട് മലപ്പുറം 2017 കുട്ടികൾ. വിജയിച്ച കുട്ടികളുടെ എണ്ണം 2013. വിജയശതമാനം 99.8%. ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം 299. ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയ സെൻറ്റർ സെൻറ്റ് ജോസഫ് സ്കൂൾ പെരട്ട കണ്ണൂർ 1 വിദ്യാർത്ഥി. ഇനി ഒന്നും കൂടെ ഉണ്ട്. തിരുവനന്തപുരം ഫോർട്ട് HS ഒരു കുട്ടിയാണ് പരീക്ഷ എഴുതിയത്. അതേതിന് സംസ്കൃതം. ഇതിൽ സെൻറ്റ് ജോസഫ് സ്കൂൾ പെരട്ടയിലെ ക്ലാസ്സിൽ 32 കുട്ടികളുണ്ട് ഇപ്പോൾ പഠിക്കുന്നത്. 2ാം ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. 3ാം ക്ലാസ്സിൽ 15 കുട്ടികളുണ്ട്. 4ാം ക്ലാസ്സിൽ 34 കുട്ടികളുണ്ട്. 5ാം ക്ലാസ്സിൽ 24 കുട്ടികളുണ്ട്. 6ാം ക്ലാസ്സിൽ 21 കുട്ടികളുണ്ട്. 7ാം ക്ലാസ്സിൽ 19 കുട്ടികളുണ്ട്. 8ാം ക്ലാസ്സിൽ 21 കുട്ടികളുണ്ട്. 9ാം ക്ലാസ്സിൽ ഇപ്പോൾ 19 കുട്ടികളുണ്ട്. 10ാം ക്ലാസ്സിൽ 1 കുട്ടി. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അത് പരിശോധിക്കുന്നുണ്ട്. ഫോർട്ട് സ്കൂളിലാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ 3 കുട്ടികൾ. സംസ്കൃതമാണല്ലോ, അറിയാമല്ലോ തിരുവനന്തപുരത്തുകാർക്ക്. 6ാം ക്ലാസ്സിൽ 3 കുട്ടികൾ. 7ാം ക്ലാസ്സിൽ 4 കുട്ടികൾ. 8ാം ക്ലാസ്സിൽ 5 കുട്ടികൾ. 9ാം ക്ലാസ്സിൽ 5 കുട്ടികൾ. 10ാം ക്ലാസ്സിൽ 1 കുട്ടി. ആകെ സ്കൂളിൽ 21 കുട്ടികൾ.